അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെ 4 അംഗ കുടുംബം തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റു മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തീർച്ചയായിട്ടും നമ്മളും ആ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ആ ഒരു മരണത്തിലെ ദുരൂഹത തീർച്ചയായിട്ടും ഇപ്പോൾ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം തീർച്ചയായിട്ടും അവരുടെ കുടുംബക്കാരടക്കം ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ഒരു ഫാമിലി വിരുന്ന് അവർ നടത്തിയിരുന്നു. ആ ഫാമിലി വിരുന്നിൽ അവർ വിളമ്പിയിരുന്നത് മട്ടൻ പുലാവയായിരുന്നു. അത് കഴിച്ചതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഏകദേശം 2 മണിയോടടുപ്പിച്ചാണ് അവരെല്ലാവരും തന്നെ ഒരു തണ്ണിമത്തൻ മുറിച്ച് കഴിക്കുന്നത്. കുടുംബത്തിലെ 4 പേരും അത് കഴിച്ചിരുന്നു. പക്ഷേ അവസാനമായിട്ട് രാവിലെ 6 മണിയോട് കൂടിയിട്ട് ആദ്യം ചെറിയ കുട്ടിക്കും പിന്നെ കുടുംബത്തിലെ എല്ലാവർക്കും ഛർദിലും അതുപോലെ തന്നെ വയറുവേദനയും അനുഭവപ്പെടുകയാണ്. ആദ്യമായിട്ട് അവർ കുടുംബ ഡോക്ടറെ കാണിക്കുന്നു. അതിനുശേഷം പരിഹാരമാകാതെ വന്നപ്പോൾ അവർ ക്ലിനിക്കിലേക്ക് പോകുന്നു. ക്ലിനിക്കിൽ നിന്നും അവർ അടുത്തുള്ള JJ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കുകയാണ്. അതിനുശേഷം ഞായറാഴ്ച കൃത്യം രാവിലെ കൂടി ആദ്യമായിട്ട് കുടുംബത്തിലെ മകൾ മരണപ്പെടുകയാണ്. അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോരുത്തരും ഈ മരണത്തിന് കീഴ്പ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം ആ കുടുംബത്തിലെ 4 പേരും മരണത്തിന് കീഴ്പ്പെടുകയാണ്. ഒരു കുടുംബത്തിലെ അബ്ദുള്ള തൊഗാഡിയ, അതുപോലെ തന്നെ ഭാര്യ നസ്രിയ, അതുപോലെ തന്നെ മകളായ സൈനബ, അതുപോലെ തന്നെ ആയിഷ എന്ന് പറയുന്ന 4 പേരടങ്ങുന്ന മുസ്ലിം കുടുംബത്തിലെ എല്ലാവരും ഇതിനുശേഷം മരണപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇവരുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിലായിരുന്നു പച്ച നിറത്തിൽ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ബാധിച്ചിരിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ തന്നെ അവർ വിലയിരുത്തിയിരുന്നു എന്തെങ്കിലും അഗാധമായ അല്ലെങ്കിൽ കഠിനമായ രാസവസ്തുക്കൾ ചെന്നിട്ടാണ് മരണം എന്നായാലും ഉറപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മോർഫിൻ എന്ന് പറയുന്ന വേദന സംഹാരി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അതിലെ നിഗൂഢത വർദ്ധിച്ചിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ തണ്ണിമത്തനും അതുപോലെ തന്നെ ബിരിയാനും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെ ഫോറൻസിക് ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് അതിൽ പുറത്തു വന്നിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം എലിവിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 100% നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഈ മരണം തീർച്ചയായിട്ടും ഒരു കൊലപാതകം തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തണ്ണിമത്തനിൽ എങ്ങനെ എലിവിഷം എത്തി എന്നുള്ളതാണ്. സ്വന്തം ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ആരെങ്കിലും ഈ തണ്ണിമത്തൻ്റെ അകത്ത് എലിവിഷം കുത്തിവെച്ചാണോ ഈ കുടുംബത്തെ കൊന്നത് എന്ന് മാത്രമേ ഇനി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അന്വേഷണ സംഘം കുടുംബത്തിലെ ഒരു പ്രധാന ആളെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ തീർച്ചയായിട്ടും ആരാണ് ഈ മരണത്തിന് പിന്നിലെന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഏതായാലും സാധാരണഗതിയിലുള്ള മരണമല്ല. അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചിട്ടോ അതുപോലെ തന്നെ തണ്ണിമത്തൻ കഴിച്ചിട്ടോ അല്ല മരണപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ വത്തക്ക എന്ന് പറയുന്ന തണ്ണിമത്തൻ്റെ ഉള്ളിൽ എലിവിഷം ഉണ്ടായിരുന്നു. ആ എലിവിഷമാണ് പ്രധാനമായിട്ട് ഈ 4 അംഗ കുടുംബത്തിൻ്റെ മരണത്തിന് കാരണമായത് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. സുഹേൽ, രാജ്യം മുഴുവൻ ചർച്ചയായ, രാജ്യം മുഴുവൻ ശ്രദ്ധയോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. മുംബൈയിൽ ഒരു 4 അംഗ കുടുംബം അവർ രാത്രി ഏതാണ്ട് 1 മണിയോടെ തണ്ണിമത്തൻ കഴിക്കുന്നു. രാവിലെ എല്ലാവർക്കും അവശതകൾ ഉണ്ടാകുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. ഓരോരുത്തരെയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നു. ഏപ്രിൽ 26-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. 45 വയസ്സുകാരനായ അബ്ദുൽ തൊക്കാഡിയ, അദ്ദേഹത്തിന്റെ ഭാര്യ നസ്രീന്, 16ഉം 13ഉം വയസ്സുള്ള 2 പെൺമക്കൾ എന്നിവരാണ് ഈ ദ്രൂഹമായി മരിച്ചത്. അതിന് പിന്നാലെ പോലീസ് അന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇവരുടെ മൊഴികളിൽ നിന്ന് ലഭിച്ച സൂചനകൾ പ്രകാരം ഒരു പക്ഷേ വിഷബാധയായിരിക്കാം ഉണ്ടായത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സാമ്പിളുകളെല്ലാം, ഈ ഭക്ഷണ വസ്തുക്കളുടെ സാമ്പിളുകൾ, അന്ന് രാത്രി കഴിച്ച ആഹാരത്തിന്റെ സാമ്പിൾ, പിന്നീട് അവർ പറഞ്ഞതുപോലെ ഏതാണ്ട് രാത്രി 1 മണിയോടെ കഴിച്ച തണ്ണിമത്തന്റെ സാമ്പിൾ, ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളൊക്കെ തന്നെ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ വന്നത്. അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നു. എലിവിഷത്തിന്റെ സാന്നിധ്യം ഇവരുടെ ശരീരഭാഗങ്ങളിലൊപ്പം തന്നെ ഈ തണ്ണിമത്തലിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കഴിച്ച ആഹാര വസ്തുക്കളൊന്നും തന്നെ ആ തരത്തിൽ എലിവിഷത്തിന്റെ സാന്നിധ്യവുമില്ല. അതുകൊണ്ട് മരണകാരണം എലിവിഷം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നുണ്ട്. നേരത്തെ അബ്ദുൽ ഡൊക്കാഡിയുടെ ശരീരത്തിൽ മോർഫിന്റെ അളവ്, അതായത് വേദന സംഹാരിയെ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ അളവ് കൂടി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അന്വേഷണം നടന്ന് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സുഹേൽ, എന്തായാലും 4 അംഗ കുടുംബം മരിക്കാൻ കാരണം എലിവിഷമാണ്. ആ എലിവിഷം അവരുടെ ശരീരത്തിൽ എങ്ങനെ എത്തി? സ്വയം ആത്മഹത്യ എന്ന കണക്കി അവർ കഴിച്ചതാണോ, തണ്ണിമത്തൻ ഉപയോഗിച്ച് കഴിച്ചതാണോ, മറ്റാരെങ്കിലും തണ്ണിമത്തനിൽ അത് സ്ഥാപിച്ചതാണോ നടക്കം
അപ്പോൾ ഏപ്രിൽ 25-ാം തീയതിയാണ് സംഭവത്തിന് ആസ്പദമായ ഈ ഒരു സംഭവം നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വലിയൊരു വിരുന്ന് നടത്തിയിരുന്നു. അതിൽ ഫാമിലിയിൽ നിന്ന് ബന്ധപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. അതിൽ വിളമ്പിയത് മട്ടൻ ഉലാവയും അതുപോലെ തന്നെ അതിനുശേഷം അവർ കഴിച്ചത് ഈ തണ്ണിമത്തൻ മാത്രമായിരുന്നു. അതിൻ്റെ 2 സാമ്പിളും ഇപ്പോൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിൻ്റെ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബിരിയാണിയിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, എന്നാൽ തണ്ണിമത്തൻ്റെ അകത്ത് എലിവിഷം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മരണത്തിൽ ഒരു വലിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കുടുംബത്തിൻ്റെ സ്വത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്ത ഒരു സംഭവമാകാനാണ് 100% ഈ ഒരു സാധ്യത എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം അല്ലാത്ത രീതിയിൽ അവരെ ഒപ്പരം കുടുംബത്തിൽ ഭക്ഷണം കഴിച്ച ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഈ തണ്ണിമത്തൻ കഴിച്ചത് ഈ കുടുംബത്തിലെ 4 പേർ മാത്രമാണ്. ഒന്നുകിൽ അത് കഴിച്ചവർ മരണപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബിസിനസ് സുഹൃത്തോ ചെയ്തതാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും കൃത്യമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് കുടുംബ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണ സംഘത്തിന് ആരാണോ ഇതിൽ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാ കേസിലും ദൈവത്തിൻ്റെ ഒരു തെളിവ് ബാക്കിയുണ്ടാവുമെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലും അത് 100% സത്യമാണ്. ആ ഒരു തെളിവ് തീർച്ചയായിട്ടും തണ്ണിമത്തനാണ്. ആ തണ്ണിമത്തനിലെ എലിവിഷം ആരാണ് കുത്തിവെച്ചത് എന്ന് തെളിയിക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. ഏറ്റവും അകാരണമായ ഒരു സംഭവം തന്നെയായിരുന്നു. ഈ ലോകം തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ കത്തിച്ചൊരു സംഭവമായിരുന്നു ഈ ഒരു കാര്യം എന്നുള്ളതാണ്. കാരണം തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം 4 ആൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കാലവും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളടക്കം ഈ ഒരു വാർത്ത ഒരുപാട് പേർ റിയാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അതൊരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ വരുന്ന സ്ഥിതിക്ക് നമുക്ക് മറ്റൊരു വാർത്തയുമായി കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.